ഏഴാം ക്ലാസ്സിലെ 2024 അർദ്ധവാർഷിക പരീക്ഷയുടെ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം, നഖ്റഉൽ ഫിഖറത്ത വ നുജീബു അനിൽ അസ്ഇലത്തിൽ ആത്തിയ. താഴെയുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് അതിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. ആദ്യം പാരഗ്രാഫ് വായിച്ചു നോക്കാം. അൽ മാഉ അസാസുൽ ഹയാത്തി. വെള്ളം ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. വ നിഅമത്തും മിൻ നിഅമില്ലാഹി. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ്. അൽ മാഉ മിൻ ലറൂരിയാത്തിൽ ഇൻസാനി വൽ ഹയവാനാത്തി വത്തുയൂരി. വെള്ളം പക്ഷികളുടെയും മൃഗങ്ങളുടെയും മനുഷ്യൻ്റെയും അത്യാവശ്യമായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. ലറൂരിയാത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളത്, അത്യാവശ്യമായിട്ടുള്ളത്. വത്തുയൂരി പക്ഷികളുടെയും വന്നബാത്താത്തി സസ്യങ്ങളുടെയും വഗൈരിഹ മറ്റുള്ളവയുടെയും ഒക്കെ അടിസ്ഥാനമായി അത്യാവശ്യമായി ആവശ്യമുള്ള കാര്യങ്ങളിൽപ്പെട്ടതാണ്. മവാരിദുൽ മിയാഹി കസീറത്തുൻ. ജലസ്രോതസ്സുകൾ ധാരാളമുണ്ട്. മിൻഹ അവയിൽപ്പെട്ടതാണ് അൽ അൻഹാറു പുഴകൾ, വൽ ബിറക്കു കുളങ്ങൾ, വൽ ജദാവിലു അരുവികൾ, വൽ ആബാറു കിണറുകൾ. റമിയുൻ നുഫായാത്തി ഇലൽ മിയാഹി വെള്ളങ്ങളിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയൽ യുസബിബുൽ അമ്രാൽ അൽ മുഖ്തലിഫത്ത വിവിധ രോഗങ്ങൾക്ക് കാരണമാകും. വ ഫസാദ് അൽ ബിഅത്തി പ്രകൃതി നശിക്കുന്നതിനും കാരണമാകും. യജിബു അലൽ മുവാത്തിനീന മനുഷ്യർക്ക്, മുവാത്തിനീന ആളുകൾക്ക്, നാട്ടുകാർക്ക് നിർബന്ധമാണ്. അൽ മുഹാഫലത്തു അലാ മവാരിദിൽ മിയാഹി ജലസ്രോതസ്സുകളെ സംരക്ഷിക്കൽ, മുഹാഫലത്ത് സംരക്ഷിക്കൽ. വഹിമായത്തുൽ അർള് ഭൂമിയെ സംരക്ഷിക്കൽ, മിനത്തലവൂസി മലിനീകരണത്തിൽ നിന്നും. ഇതാണ് പാരഗ്രാഫ്. ഇനി ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, മാ ഹുവ അസാസുൽ ഹയാത്തി. ജീവിതത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഓപ്ഷൻസ് നോക്കുക. അത്തുയൂർ, അൽ മാ, അൽ ഹയവാനാത്ത്, അൽ ഖളറാവാത്ത്. അൽ മാ വെള്ളം, അതാണ് അടിസ്ഥാനം അല്ലേ, ബാ. രണ്ടാമത്തത് ഡേഷ് ലൈസമിൻ മവാരിദിൽ മിയാഹി. ഏതോ ഒന്ന് ലൈസമിൻ മവാരിദിൽ മിയാഹി ജലസ്രോതസ്സുകളിൽ പെട്ടതല്ല. അപ്പോൾ ഏതാണ്? ബിർക്കത്ത് കുളം, ജദവൽ അരുവി, ജബൽ മല, ബീർ കിണർ. ജബലാണ് ഉത്തരം. ഇനി അൽ മുഹാഫലത്തു അലാ മവാരിദിൽ മിയാഹി വെള്ള സ്രോതസ്സുകൾ, ജലസ്രോതസ്സുകൾ സംരക്ഷിക്കൽ മിൻ വാജിബിൽ മുവാത്തിനി നാട്ടുകാരൻ്റെ, മനുഷ്യൻ്റെ വാജിബാണ്, കടമയാണ് അല്ലേ. ഹയവാന് നബാത്ത് തൂയൂറല്ല, മനുഷ്യൻ്റെ കടമയാണ്. ഇനി അടുത്തത് അൽ മിയാഹ് മിൻ ലറൂരിയാത്തി ഡേഷ്. ജലം ലറൂരിയാത്താണ്, ആവശ്യമായതാണ്. ആർക്കൊക്കെ? മിൻ ലറൂരിയാത്തി തുയൂറി. ഒന്നാമത്തെ തുയൂർ പക്ഷികൾക്ക്, രണ്ടാമത്തെ അൽ ഇൻസാൻ മനുഷ്യർക്ക്, മൂന്നാമത്തെ അൽ ഹയവാനാത്തി ജീവജാലങ്ങൾക്ക് അല്ലെങ്കിൽ മൃഗങ്ങൾക്ക്. ഇവർക്ക് എല്ലാവർക്കും ആവശ്യമാണ് അല്ലേ. നാലാമത്തെ ഓപ്ഷൻ എന്താണ്? കുല്ലുൻ സഹീഹുൻ. അതായത് മുമ്പ് പറഞ്ഞ മൂന്നും ശരിയാണെന്ന്. മൂന്നും ശരിയാണല്ലോ അല്ലേ, എല്ലാവർക്കും ആവശ്യമായതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ശരി ഉത്തരം, കുല്ലുൻ സഹീഹുൻ എന്നത്. ഇനി ഡേഷ് ഡേഷ് ഇലൽ മിയാഹി യുസബിബുൽ അമ്രാല. എന്തോ ഒന്ന് രോഗങ്ങൾക്ക് കാരണമാകും. എന്താണ്? റമ്യുൻ നുഫായാത്തി മാലിന്യങ്ങൾ എറിയൽ, ഇലൽ മിയാഹി വെള്ളത്തിലേക്ക്, യുസബിബുൽ അമ്രാല രോഗങ്ങൾക്ക് കാരണമാകും. അങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത്. ഇനി നഖ്റഉൽ ഫിഖറത്ത പാരഗ്രാഫ് വായിക്കാം. വനഖ്താർ മിൻഹ അതിൽ നിന്നും തിരഞ്ഞെടുക്കാം അദവാത്തിൻ നസ്ബി നസ്ബിന്റെ അടയാളങ്ങൾ, വൽ അഫ്ആലൽ മൻസൂബത്ത് നസ്ബ് ചെയ്യപ്പെട്ട ഫെയിലുകളും. അതായത് ഫെയിലുകൾക്ക് നസ്ബ് ചെയ്യുന്ന അടയാളങ്ങളുണ്ട്, ഹർഫുകളുണ്ട്. ആ ഹർഫുകളും അവയ്ക്ക് ശേഷം വന്ന ഫെയിലുകളും കണ്ടെത്താം. ആദ്യം പാരഗ്രാഫ് വായിച്ചു നോക്കാം. നജീബുൻ ഷാബുൻ ഷാത്തിറുൻ. നജീബ് ഒരു ബുദ്ധിമാനായ യുവാവാണ്. യസ്തേക്കൽ മുബക്കിറൻ അവൻ നേരത്തെ എഴുന്നേൽക്കും. യദ്ഹബു ഇലൻ നഹരി എന്നിട്ട് പുഴയിലേക്ക് പോകും. ലി അന്നഹു യുരീദു കാരണം അവൻ ഉദ്ദേശിക്കുന്നു. അൻ യസ്ബഹ നീന്താൻ. കൈ യുഹാഫിള അലാ സിഹത്തിഹി തൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ ഹുവ ഹസനുൽ ഖുലുഖി അവൻ സൽസ്വഭാവിയാണ്. ലൻ യക്ദിബ കളവ് പറയുകയില്ല. ഫിൽ കലാമി സംസാരത്തിൽ. വലൻ യഹൂന അസ്ദിഖാഹു തൻ്റെ കൂട്ടുകാരെ ചതിക്കുകയില്ല. ഇവിടെ ഒന്ന് ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുണ്ട്. അൽ അദവാത്ത് എന്നത് 2 കോളമാണുള്ളത്. ഒന്നാമത്തെ കോളത്തിൽ അൽ അദവാത്ത് എഴുതുക, രണ്ടാമത്തെ കോളത്തിൽ അൽ അഫ്ആൽ എഴുതുക.
ഉദാഹരണമായിട്ട് കൊടുത്തിരിക്കുന്നത് അൻ എന്നതും യസ്ബഹ എന്നതുമാണ് അല്ലെ. അൻ യസ്ബഹ നീന്തൽ. അപ്പൊ അൻ എന്നത് നസ്ബിന്റെ അദാത്താണ്, നസ്ബിന്റെ ഹർഫാണ്. യസ്ബഹ എന്നതോ അന്നിന്റെ ശേഷം വന്ന ഫേലാണ്. അപ്പോൾ യസ്ബഹയ്ക്ക് നസ്ബ് ചെയ്യണം. എങ്ങനെയാ നസ്ബ് ചെയ്യുക? അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് നൽകിക്കൊണ്ട്. അപ്പോൾ അൻ യസ്ബഹ എന്നായി. അതേപോലെ നസ്ബിന്റെ അടയാളവും നസ്ബിന്റെ ഹർഫും അതിനുശേഷം വന്ന ഫേലും ഇനിയുണ്ടോ എന്ന് നോക്കാം. ഇവിടെ കൈ യുഹാഫില എന്ന് കാണുന്നുണ്ട് അല്ലേ. അൻ, ലൻ, കൈ, ഇതൻ എന്നീ അദാത്തുകളാണ്, ഹർഫുകളാണ് നസ്ബിന്റെ ഹർഫുകൾ. അതിൽ ഒന്നാണ് കൈ. അപ്പൊ കൈ യുഹാഫില, ഇത് കൈ എന്നത് ഒരു നസ്ബിന്റെ അദാത്താണ്. യുഹാഫില അതിനുശേഷം വന്ന ഫീലാണ്. അപ്പോൾ കൈ എന്നത് ഇവിടെ എഴുതുക, യുഹാഫില ഇവിടെ എഴുതുക, അടുത്ത കോളത്തിൽ എഴുതുക. ഓക്കെ, ഇനി അടുത്തത് ഏതാണ്? ലൻ യക്ദിബ എന്ന് കാണുന്നുണ്ട് അല്ലേ. ലൻ യക്ദിബ, കളവ് പറയുകയില്ല. കൈ യുഹാഫില എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സംരക്ഷിക്കാൻ വേണ്ടി. ലെന്ന് വന്നാലോ ചെയ്യുകയില്ല എന്ന അർത്ഥം കിട്ടും. അപ്പൊ ലൻ യക്ദിബ എന്നുള്ളതിലെ ലൻ ഒന്നാമത്തെ കോളത്തിൽ എഴുതുക, യക്ദിബ രണ്ടാമത്തെ കോളത്തിൽ എഴുതുക. യക്ദിബ എന്നാണ് എഴുതേണ്ടത്. ലെന്ന് വന്നാൽ മുളാരിയ ഫീലിന്, ഈ ഹർഫുകൾ വന്നാൽ മുളാരിയ ഫീലിന് നസ്ബ് ചെയ്യും അല്ലേ. നസ്ബ് ചെയ്താൽ അവസാനത്തെ അക്ഷരത്തിന് ഫതഹ്. പിന്നെ വലൻ, ലൻ യഹൂന, ചതിക്കുകയില്ല. അപ്പോൾ ലൻ യഹൂന എന്ന് എഴുതുക. ലൻ ഇവിടെ എഴുതുക, യഹൂന എഴുതുക. അപ്പോൾ വ എഴുതണ്ട, ലന്ന് മാത്രം എഴുതിയാൽ മതി. വലൻ എന്നുണ്ടെങ്കിലും വ മറ്റൊരു വാക്കാണ്. ഇനി നുക്മിലുൽ ഫറാഗ ബി വദഇൽ അഫ്ആലിൽ മുനാസിബ, അനുയോജ്യമായ ഫീലുകൾ വെച്ചുകൊണ്ട് വിട്ട ഭാഗം പൂരിപ്പിക്കണം. ഇവിടെ ഹുവ എന്ന ഒരു കോളമുണ്ട്, ഹും എന്ന മറ്റൊരു കോളമുണ്ട്. അപ്പോൾ ഹുവ എന്ന കോളത്തിലുള്ള ഫീലും ഹും എന്ന കോളത്തിലുള്ള ഫീലും എന്തൊക്കെയാണെന്ന് നോക്കാം. ഹുവ എന്ന കോളത്തിൽ യസ്ബഹു എന്ന് എഴുതിയിട്ടുണ്ട്. ഹുവ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ. യസ്ബഹു എന്ന് പറഞ്ഞാലോ അവൻ നീന്തുന്നു. ഇനി അതിന്റെ മറുവശത്തുള്ള കോളത്തിൽ ഹും എന്ന കോളത്തിൽ യസ്ബഹു എന്നത് ഹുവ അവൻ നീന്തുന്നു എന്നാണ് അർത്ഥം കിട്ടുക. ഹും എന്ന് പറഞ്ഞാൽ അവർ. അപ്പൊ യസ്ബഹുവിനെയും എന്ത് ചെയ്യണം? ജമാക്കണം. അതെങ്ങനെ? യസ്ബഹൂന എന്ന് എഴുതിയാൽ മതി. അവർ നീന്തുന്നു. ഇനി അടുത്തത് യദ്ഹബൂന, ഹുമിന്റെ അടിയിൽ യദ്ഹബൂന എന്ന് എഴുതിയിട്ടുണ്ട്. അവർ പോകുന്നു. ഇനി ഹുവയുടെ അടിയിൽ എന്ത് എഴുതണം? അവൻ പോകുന്നു എന്നതിന്റെ വാക്ക് എഴുതണം. അത് യദ്ഹബു എന്നാണ്. യദ്ഹബു, അവൻ പോകുന്നു. അടുത്തത് ഹുവ എന്ന കോളത്തിൽ യക്ദിബു എന്നുണ്ട്. അവൻ കളവ് പറയുന്നു. ഇനി ഹും എന്നുള്ള കോളത്തിലോ അവർ കളവ് പറയുന്നു എന്ന് എഴുതണം. അതിന് യക്ദിബൂന എന്നാണ് എഴുതേണ്ടത്. പിന്നെ ഹുവയുടെ കോളത്തിൽ യസ്തൈഖിലു എന്ന് കാണാം. അവൻ ഉണരുന്നു. ഹുമിന്റെ കോളത്തിൽ യസ്തൈഖിലൂന, യസ്തൈഖിലൂന എന്ന് എഴുതിയാൽ മതി. അവർ ഉണരുന്നു. ഇനി നഫ്രിസു നുഫായാത്തി, മാലിന്യങ്ങളെ വേർതിരിക്കാം. ഫിസ്സല്ലാത്തി, കൊട്ടകളിൽ, ബാസ്ക്കറ്റുകളിൽ. യോമൻ, ഒരു ദിവസം. റആ നജീബുൻ നുഫായാത്തിൻ കസീറത്തൻ, നജീബ് കുറെ മാലിന്യങ്ങൾ കണ്ടു. ഫി ഷാത്തിഇൻ നഹ്രി, പുഴയുടെ തീരത്ത്. ഫനാദ അസ്തിഖാഅഹു, അവൻ തന്റെ കൂട്ടുകാരെ വിളിച്ചു. ലിതൻളീഫി ഷാത്തിഇൻ നഹ്രി, പുഴയുടെ തീരം വൃത്തിയാക്കാൻ വേണ്ടി. ഹയ്യ നുസായിദുഹും, നമുക്ക് അവരെ സഹായിക്കാം. ലി ഫർസിൻ നുഫായാത്തി, മാലിന്യങ്ങളെ വേർതിരിക്കാൻ. ഫിസ്സല്ലാത്തിൽ മുനാസിബത്തി, അനുയോജ്യമായ ബാസ്ക്കറ്റുകളിലായിക്കൊണ്ട്. അപ്പോൾ നജീബും കൂട്ടരും കണ്ട മാലിന്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് മുഴുവൻ. ഈ മാലിന്യങ്ങളെ 3 ബാസ്ക്കറ്റിലാക്കി തിരിക്കണം. ഒന്നാമത്തെ ബാസ്ക്കറ്റിന്റെ പേരെന്താണ്? അന്നുഫായാത്തുൽ പ്ലാസ്റ്റിക്കിയ. അപ്പോൾ ഈ കൂട്ടത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കണ്ടാൽ അത് ഈ കള്ളിയിൽ എഴുതണം. അന്നുഫായാത്തുൽ പ്ലാസ്റ്റിക്കിയ എന്ന ബാസ്ക്കറ്റിൽ എഴുതണം. രണ്ടാമത്തത് അന്നുഫായാത്തുൽ വറക്കിയ, പേപ്പർ മാലിന്യങ്ങൾ. അപ്പൊ ഇതിൽ പേപ്പർ മാലിന്യങ്ങൾ കണ്ടാൽ എവിടെ എഴുതണം? ഇവിടെ എഴുതണം. പിന്നെയോ മൂന്നാമത്തത് അന്നുഫായാത്തു ത്വബിഇയ, ജൈവ മാലിന്യങ്ങൾ. അപ്പൊ ഇതിലുള്ള ജൈവ മാലിന്യങ്ങൾ ആ ബാസ്ക്കറ്റിലും എഴുതുക. ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. അൽ കാറൂറത്തുൽ പ്ലാസ്റ്റിക്കിയ എന്ന് കാണുന്നുണ്ട്. അതായത് പ്ലാസ്റ്റിക് ബോട്ടിൽ, അത് അന്നുഫായത്തുൽ പ്ലാസ്റ്റിക്കിയ എന്ന ബാസ്ക്കറ്റിൽ എഴുതാം. അടുത്തത് ഫളലാത്തു ത്വയാമി, ഭക്ഷണ അവശിഷ്ടങ്ങൾ, അതേതിൽ പെടുത്താം? അന്നുഫായത്തു ത്വബിഇയ അല്ലേ. ഇനി അസ്സുഹൂനുൽ വറക്കിയ, പേപ്പർ പ്ലേറ്റുകൾ, അത് അന്നുഫായത്തുൽ വറക്കിയ, പേപ്പർ മാലിന്യത്തിൽ പെടുത്താം. അടുത്തത് ഖിഷറുൽ ബൈദ്, മുട്ടയുടെ തോട്, അതോ അന്നുഫായത്തു ത്വബിഇയ, പ്രകൃതി മാലിന്യമാണ് അല്ലേ, ജൈവ മാലിന്യമാണത്. ഇനി ഒൽബുൽ അസീർ, ജ്യൂസിന്റെ പാക്കറ്റ്, അത് അന്നുഫായത്തുൽ പ്ലാസ്റ്റിക്കിയ, പ്ലാസ്റ്റിക് മാലിന്യത്തിൽ പെടുത്താം.
അൽ ഹലറാവാത്തുൽ ഫാസിദ കേടുവന്ന പച്ചക്കറികൾ, അതോ അന്നുഫായത്തു അത്തൊബിയ ജൈവ മാലിന്യമാണ്. അടുത്തത് അൽ ജറാഇദുൽ ഖദീമ പഴയ പത്രങ്ങൾ, അത് അന്നുഫായത്തുൽ വറക്കിയയിൽപ്പെടും. പിന്നെ അൽ കഅസാത്തുൽ വറക്കിയ പേപ്പർ കപ്പുകൾ, അതും അന്നുഫായത്തുൽ വറക്കിയ. അൽ മനാദീലുൽ വറക്കിയ പേപ്പർ, അതായത് ടിഷ്യൂ പേപ്പേഴ്സ് അല്ലേ, ടിഷ്യൂ പേപ്പേഴ്സ് ഇതിൽപ്പെടുത്താം അന്നുഫായത്തുൽ വറക്കിയയിൽ. അൽ അക്കിയാസുൽ പ്ലാസ്റ്റിക്കിയ പ്ലാസ്റ്റിക് സഞ്ചികൾ, അത് അന്നുഫായത്തുൽ പ്ലാസ്റ്റിക്കിയ. അങ്ങനെ ഓരോന്നിലും വേർതിരിച്ച് എഴുതുക. പിന്നെ അടുത്ത് നുഇദ്ദുൽ ലാഫിത്താത്ത്, നമുക്ക് പ്ലക്കാർഡുകൾ തയ്യാറാക്കാം. യൗമൻ ഒരു ദിവസം, അസമ നജീബുൻ വ അസ്തിഖാഉഹു നജീബും തൻ്റെ കൂട്ടുകാരും തീരുമാനിച്ചു, അല ഇഅദാദി ലാഫിത്താത്തിൽ ഇർഷാദാത്തി പിന്നെ പ്ലക്കാർഡുകൾ തയ്യാറാക്കാൻ, ലിൽ ഹിഫാദി അലൽ ബിഅത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ടി, ഹയ്യ നുഇദ്ദു ലാഫിത്താത്തി ബി മുസാദത്തി അൽ കലിമാത്തി താഴെയുള്ള വാക്കുകളുടെ സഹായത്തോടെ പ്ലക്കാർഡുകൾ തയ്യാറാക്കാം. വാക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗാലിയത്തുൻ അമൂല്യമായത്, വിലപിടിപ്പുള്ളത്. ആദത്തുന നമ്മുടെ ശീലം. ലാ തർമു എറിയരുത്. ബിഅത്തുന നമ്മുടെ പ്രകൃതി, നമ്മുടെ പരിസ്ഥിതി. ഗർസു ഷത്ലാത്ത് തൈകൾ നടൽ. യുനുഹാഫിലു നമുക്ക് സംരക്ഷിക്കാം. മാ ഉൻ നഖിയുൻ ശുദ്ധമായ വെള്ളം. മവാരിദുൽ മിയാഹി ജലസ്രോതസ്സുകൾ. ഇഷ്റബു നിങ്ങൾ കുടിക്കൂ. ഇലൻ നെഹ്രി പുഴയിലേക്ക്. ഈ വാക്കുകളൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെ വാചകങ്ങൾ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു ഉദാഹരണമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു, നഹ്മി അൽ മിയാഹ വൽ ഹവാ, നമുക്ക് വെള്ളവും വായുവും സംരക്ഷിക്കാം. അതേപോലുള്ള വാചകങ്ങളാണ് എഴുതേണ്ടത്. കുറേ ഉണ്ടാക്കാൻ പറ്റും, നമുക്കിവിടെ 5 ഉണ്ടാക്കിയാൽ മതി. ബിഅത്തുന ഗാലിയത്തുൻ നമ്മുടെ പരിസ്ഥിതി വിലപിടിപ്പുള്ളതാണ്. അടുത്തത് ഇഷ്റബു മാ അൻ നഖിയൻ ശുദ്ധമായ വെള്ളം കുടിക്കുക. നുഹാഫിലു അലാ മവാരിദിൽ മിയാഹി ജലസ്രോതസ്സുകളെ നമുക്ക് സംരക്ഷിക്കാം. ലാ തർമു അൻ നുഫായാത്തി ഇലൻ നഹ്രി മാലിന്യങ്ങളെ പുഴയിലേക്ക് എറിയരുത്. ഇതിൽ നുഫായാത്ത് എന്ന വാക്ക് ഇവിടെ ഇല്ല, പക്ഷെ നമ്മളത് കൂട്ടിച്ചേർത്തു. അങ്ങനെ ഇല്ലാത്ത വാക്കുകൾ നമുക്ക് വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം. നുഹാഫിലു അലാ ബിയത്തിന നമുക്ക് നമ്മുടെ പ്രകൃതിയെ, നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാം. അങ്ങനെ എഴുതാം. ഇനി ഇഅദാദു സീറത്തുൻ ദാത്തിയ ബയോഡാറ്റ തയ്യാറാക്കാം. യൗമൻ ഒരു ദിവസം, റആ നജീബുൻ ഇഅ്ലാനൻ നജീബ് ഒരു പരസ്യം കണ്ടു. വറദ ഫിൽ ജരീദത്തി പത്രത്തിൽ വന്ന പരസ്യം. അൽ ജരീദത്തിൽ യൗമിയ പത്രത്തിൽ വന്ന പരസ്യം കണ്ടു. ലി വലീഫത്തി മുഹാസിബിൻ ഫി ശരിക്കത്തിൻ ബി ദുബൈയിലുള്ള ശരിക്കത്തിൽ ഒരു കമ്പനിയിലെ മുഹാസിബ് അക്കൗണ്ടന്റ് ആയിട്ടുള്ള വലീഫത്തിന് വേണ്ടി, പോസ്റ്റിന് വേണ്ടി, ജോലിക്ക് വേണ്ടിയുള്ള ഒരു പരസ്യമാണ്. ഹയ്യ നുസായിദുഹു അല ഇഅദാദി സീറത്തിഹി സാത്തിയ അവൻ്റെ ബയോഡാറ്റ തയ്യാറാക്കാൻ നമുക്ക് അവനെ സഹായിക്കാം. അതായത് ജോലിക്ക് പോകണമെങ്കിൽ ആദ്യം ബയോഡാറ്റ കമ്പനിയിൽ കൊടുക്കണം അല്ലേ. ഇതാണ് ബയോഡാറ്റ. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒന്നാമത് അൽ ഇസ്മുൽ കാമിൽ മുഴുവൻ പേരാണ് എഴുതേണ്ടത്. നജീബ് എന്ന് എഴുതിയിരിക്കുന്നു, അവൻ്റെ മുഴുവൻ പേരാണത്. അൽ ജിൻസ് ജെൻഡർ, പുരുഷനാണോ സ്ത്രീയാണോ എന്നുള്ളത്. പുരുഷനാണെങ്കിൽ ദക്കർ, സ്ത്രീയാണെങ്കിൽ ഉൻസ എന്ന് എഴുതുക. ഇനി അൽ ഉൻവാൻ അഡ്രസ്സ് ഇവിടെ എഴുതണം. നിങ്ങളുടെ ഏതെങ്കിലും ഒരു അഡ്രസ്സ് എഴുതിയാൽ മതി അല്ലേ. വീട്ടുപേരും നാട്ടുപേരും ജില്ലയുടെ പേരും കേരള എന്നൊക്കെ വെച്ചുകൊണ്ട് അഡ്രസ്സ് എഴുതുക. അൽ ജിൻസിയത്ത് നാഷണാലിറ്റി, ഹിന്ദിയുൻ ഇന്ത്യക്കാരൻ. അൽ ഉംർ വയസ്സ് 21 എന്ന് എഴുതാം. താരീഖുൽ മീലാദ് 11/12/2004 അങ്ങനെ ഏതെങ്കിലും ഒരു ഡേറ്റ് എഴുതുക. അല്ലെങ്കിൽ 11/12 എന്നുള്ളത് മാസത്തിൻ്റെ പേര് മാസത്തിന് 12 എന്ന് പേര് മാറ്റിയിട്ട് ഡിസംബർ എന്ന് എഴുതാം. ഇനി ഇസ്മുൽ വാലിദ് നെയിം ഓഫ് ഫാദർ, എന്തെങ്കിലും ഒരു ഫാദറിൻ്റെ പേര് എഴുതുക. ഇസ്മുൽ വാലിദത്ത് നെയിം ഓഫ് മദർ എഴുതുക. ലുഗത്തുൽ ഉമ്മ് മാതൃഭാഷ, മലയാളം എന്ന് എഴുതാം. ഏത് ഭാഷയുടെ, അറബിയ എന്ന് വേണമെങ്കിലും എഴുതാം, എന്തും എഴുതാം. റഖ്മു ജവാസ് സഫർ പാസ്പോർട്ട് നമ്പർ, റഖ്മ നമ്പർ, ജവാസ് സഫർ പാസ്പോർട്ട്, കുറേ നമ്പർ അവിടെ എഴുതി കൊടുത്താൽ മതി. അൽ മുഅഹിലാത്ത് ക്വാളിഫിക്കേഷൻസ്, ഇവൻ്റെ യോഗ്യതകൾ. ബക്കാലൂരിയൂസ് ഫിൽ മുഹാസബ അക്കൗണ്ടൻസിയിൽ, മുഹാസബത്ത് മീൻസ് അക്കൗണ്ടൻസിയിൽ ബാച്ചിലർ ഡിഗ്രിയാണ് ഉള്ളത്. അൽ ഖിബ്രത്ത് എക്സ്പീരിയൻസ് സനത്താനി 2 വർഷം ജോലി ചെയ്ത പരിചയമുണ്ട്. റഖ്മു ടെലിഫോൺ നമ്പർ, എന്തെങ്കിലും കുറച്ച് നമ്പർ എഴുതി കൊടുക്കുക. അൽ ബരീദുൽ ഇലക്ട്രോണിക്
ഇമെയിൽ ഐ ഡി ഉണ്ടാക്കുക അല്ലേ. najibmon@gmail.com എന്ന് എഴുതിയിരിക്കുന്നു. @gmail.com എന്ന് അവസാനം എഴുതിയാൽ മതി ഇമെയിൽ ഐ ഡിക്ക്, പേര് മുമ്പിൽ വെച്ചുകൊണ്ട്. നുലാഹിദു സാഅത്ത വ നൽബിത്തുൽ ഔഖാത്ത്, സമയം, ഈ ക്ലോക്ക് നിരീക്ഷിച്ചുകൊണ്ട് സമയം പൂരിപ്പിക്കാം, സമയം കണക്കാക്കി എഴുതാം. യസ്തൈഖിളു നജീബുൻ മിനൻ നൗമി, നജീബ് ഉറക്കിൽ നിന്നും ഉണരുന്നു. എപ്പോഴാണിത്? ഇത് എത്ര മണിയാണ്? 5 മണി അല്ലേ. അപ്പോൾ 5 മണിക്ക് എന്നാണ് പറയേണ്ടത്. 5 മണിക്ക് എന്നെങ്ങനെ പറയും? ഫി സാഅത്തിൽ ഖാമിസത്തി, എന്താ പറയുക? ഫി സാഅത്തിൽ ഖാമിസത്തി, 5 മണിക്ക്. വയദ്ഹബു ലിറിയാദത്തിൽ ബദനിയത്തി, അവൻ എക്സസൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. എപ്പോൾ? 7 മണിയാണ് അതല്ലേ. അപ്പോൾ ഫി സാഅത്തി സാബിയത്തി, 7 മണിക്ക് എന്നതിന് ഫി സാഅത്തി സാബിയത്തി. ഇനി വയറൂഹു ലിൽ അമലി, അവൻ ജോലിക്ക് പോകുന്നു. യറൂഹു എന്ന് പറഞ്ഞാൽ പോകുന്നു, ലിൽ അമലി ജോലിക്ക് വേണ്ടി. എപ്പോൾ? 10 മണിക്കാണ് അല്ലേ. അപ്പോൾ ഫി സാഅത്തിൽ ആശിറത്തി, 10 മണിക്ക്. അങ്ങനെയാണ് സമയം എഴുതേണ്ടത്. 6 മണിക്കാണെങ്കിൽ സാദിസത്തി, 4 മണിക്കാണെങ്കിൽ റാബിയത്തി, 3 മണിക്കാണെങ്കിൽ സാലിസത്തി, 8 മണിക്കാണെങ്കിൽ സാമിനത്തി, 9 മണിക്കാണെങ്കിൽ താസിയത്തി, അങ്ങനെ എഴുതുക. അന തൊബ്ബാഹുൻ, ഇവിടെ പൂരിപ്പിക്കണം അല്ലേ. ഞാനൊരു പാചകക്കാരനാണ്, കുക്കാണ്. തൊബ്ബാഹ്. അത്ബഹു ത്വാമ, ഞാൻ ഭക്ഷണം പാകം ചെയ്യും. അന സവ്വാക്കുൻ, ഇത് കാറിലെ ഡ്രൈവറാണ് കേട്ടോ. അന സവ്വാക്കുൻ, ഞാനൊരു ഡ്രൈവറാണ്. അഖൂദു സയ്യാറത്ത, ഞാൻ കാർ ഓടിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ചോദ്യങ്ങളുള്ളത്. നന്നായി പഠിക്കുക, നന്നായി ഉത്തരം എഴുതുക, A+ ലഭിക്കും.